ഹലോ അനീഷേ. ഹലോ. എന്തെല്ലാന്ന്? എന്താ നേരത്തെ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ച് കുറച്ച് നേരത്തെ വിളിച്ചാലെയാന്ന്. അനീഷ് എപ്പോ ഉറങ്ങാൻ കിടക്കുമ്പല്ലേ ഞാൻ വിളിക്കല്. ഞാൻ എപ്പോ കിടന്നിട്ടാകുമ്പോ അല്ലേ അനു വിളിക്കല്. അതെ, ഇന്ന് കുറച്ച് നേരത്തെ വിളിക്കാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു മേസറി ആയിരിക്കും വിളിക്കുന്നത്. ഈ സമയത്ത് മേസറിയാ സാധാരണ വിളിക്കുക പണീന്റെ കാര്യം പറയേ. ഏ മേസറിയാ ഈ സമയത്ത് അധികം വിളിക്കല് പണീന്റെ കാര്യം പറയാൻ വേണ്ടി. അന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അനു ഞാൻ ഒരു 10 മണിയാകുമ്പോൾ വിളിക്കുമെന്നാ വിചാരിച്ചു. ഇപ്പൊ എന്തിനാ വിളിച്ച? വെറുതെ വിളിച്ച? വെറുതെ വിളിച്ചതാ, സ്ഥിരം വിളിക്കുന്നില്ലേ. നേരത്തെ വിളിച്ചതാ? ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ വിളിക്കാന്ന്. കുറച്ച് സമയം അധികം വർത്താനം പറയാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിട്ടാ? ആരോടെങ്കിലും ഇങ്ങനെ പറയണ്ടേ. ഇന്ന് ഇത് ഡ്രൈവിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അനീഷെല്ലാം പഠിച്ചു വന്നില്ലേ കുറേശ്ശേ. ഇന്ന് അനു അനങ്ങാണ്ട് ഡ്രൈവിങ് ശരിക്കും പഠിപ്പിക്കുക മാത്രല്ലേ ചെയ്തേ? അങ്ങനെ തോന്നിയാ അനീഷിന്? അല്ല, അനീഷ് നാളെ വീട്ടിൽ വരാന്ന് പറഞ്ഞില്ലേ? നാളെ വരും, വൈകുന്നേരം വരും. വരൂലേ? ഞാൻ വൈകുന്നേരം ആകാൻ വേണ്ടി തന്നെ നിക്കുന്നു നാളത്തെ. അനീഷ് ബുദ്ധിയായല്ലേ? അത് പിന്നെ അല്ല, അനീഷ് മറ്റേ ഉരുണ്ട് കളിക്കല്ലേ ഞാൻ വിളിച്ചാല്. അത് ഇതൊന്നും അറിയുന്നതിന് മുമ്പല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അനക്ക് അനുവിന്റെ അടുത്ത് തന്നെ വരണം എന്നല്ലേ ഇപ്പൊ തോന്നുന്നു. സ്ഥിരതാമസാക്കുന്ന? അതൊന്നും പറ്റൂല. ഞാൻ വെറുതെ ചോദിച്ചതാ. വെറുതെ ചോദിച്ചോ? പക്ഷെങ്കില് അങ്ങനെ പറയാറ് കേട്ടോ, അങ്ങനെ വിളിക്കണ്ടേ. അനീഷിന് പേടിയുണ്ടാ? അല്ല, സ്ഥിരതാമസം ഒന്നും ആക്കാൻ പറ്റൂലല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. പിന്നില്ലേ, ഞാൻ കൊറേ ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. സംശയം? അതായത് അനുവിന് വേറെ ആരും ഇല്ല. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഞാൻ കൊറേ ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാ. അനു വെറുതെ വിചാരിക്കുവോന്ന് വിചാരിച്ചിട്ടാ ചോദിക്കാനുണ്ട്. അനീഷ് ചോദിക്കേ. അതായത് അനു എന്തിട്ടാ കല്യാണം ഒന്നും കഴിക്കാതെ? അതാ അത് അനീഷിന് അറിയണം നിർബന്ധ? അല്ല, നിർബന്ധമൊന്നുമില്ല. അനുവിന് പറയാൻ പറ്റുമെങ്കില്. അത് അനീഷായോണ്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഒരു കഥയാണ്, എന്റെ ജീവിത കഥ. കഥയാ? കഥ പോലെ തന്നെയാണ്. അല്ല, എന്നോട് ഇതിനൊക്കെല്ലാം ചോദിച്ചാലും പറഞ്ഞ് ആരുമില്ല, ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അനീഷിനെ ഞാൻ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ പിന്നെ കൊറേ ഇതായല്ലോ നമ്മള് തമ്മില്. അപ്പൊ പിന്നെ പറഞ്ഞുതരാന്ന് ചോദിച്ചു. എന്തിട്ടാന്ന്? ആരുമില്ല? ആര്? ഒരാളുണ്ടേ. കല്യാണം കഴിച്ചിട്ടാ? കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെങ്ങനെയാ? ഞാന് സ്കൂളിൽ പഠിക്കുമ്പേ ഉള്ളൊരു ഒരു ബന്ധ. അതാരാ? അതാരാന്ന് ചോദിച്ചാല് അനീഷിന് ഇപ്പൊ അറിയുന്നില്ല പറഞ്ഞാല്. അത് ഈ ജില്ലക്ക് പുറത്താ അനീഷേ. ജില്ലക്ക് പുറത്താ? അതെ. അപ്പൊ അനു വീടിയുള്ളല്ലേ? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീട് കുറച്ച് ദൂരെയാന്ന്.
ഞാൻ വിചാരിച്ചു ഈടുന്ന് കുറച്ച് ദൂരെ ഏടി വന്നെന്നാ വിചാരിച്ചേ. അപ്പൊ പിന്നെ അനു എങ്ങനെ ഈടി എത്തിയേ? ഞാന് എറണാകുളാണ്. ആ അപ്പൊ ഈടെ വന്നിട്ട് കുറേയായി? കൊറിയായി. ഉം. അന്വേഷിച്ച് അറിയിട്ടല്ലേ. അല്ല ഞാൻ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇത് അനുവിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ വീട്ടിലുള്ള പോലെ ഉണ്ട്, മാറ്റമൊന്നുമില്ല. അതെ. അത് ഞാൻ വിചാരിച്ചു അന്വേഷിച്ച് അങ്ങനെ തന്നെ വിചാരിക്കും. അതാണ് ഒറ്റക്ക് ഉള്ള ഒരു ചെറിയ വീട്ടിൽ നിൽക്കുന്നല്ലേ? അതാ അന്നേ ഞാൻ പറഞ്ഞതല്ലേ അനീഷോട്. അതെ, ഞാൻ വിചാരിച്ചത് ഈടത്തെ ആളെന്നെയാന്നാ വിചാരിച്ചത്. എന്നിട്ട് അതെന്താ പിന്നെന്താ ആരും ഇല്ലാണ്ടായേ? അല്ല, ഞാനീ പറഞ്ഞാളും ആടെ ഉള്ള ആളെന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുമ്പോ തുടങ്ങിയ ഇതാണ്. എന്നിട്ട് അത് അന്നേരം സ്കൂളിൽ അങ്ങനെ പ്രേമവും ഇതെല്ലാം ഇല്ലേ? അതിപ്പോ ഉണ്ടല്ലോ സ്കൂളില്. എന്നിട്ട് അയാളെ എന്നിട്ട് കല്യാണം കഴിക്കാണ്ടെന്നേ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കഥയാണ്. അതെന്നാന്ന്? എന്നിട്ട് കഥയെന്നാ? അല്ല, ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനീഷിന് ആരോടും ഇല്ലല്ലോ അങ്ങനെ. പിന്നെ അങ്ങനെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല അതിനു. അതെന്താ തോന്നാഞ്ഞി? ഒരു കണക്കിന് തോന്നാതെ നല്ല എന്നെ പോലെ ഉണ്ടാവും അനീഷ്. അല്ല, എന്നോടൊന്നും പിന്നെ ഇതുവരെ അങ്ങനെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ, എന്നോട് ഇത്രയും അടുത്ത് സംസാരിച്ചത് അനുവാണ്. എന്നിട്ട് അയാൾ എന്നിട്ട് എവിടെയാ പോയേ? അയാൾ എവിടെയാ പോയെന്ന് ചോദിച്ചാല്, അത് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള പ്രേമവും പിന്നെ അത് കോളേജിലെത്തി. നമ്മള് രണ്ടാളും ഒരുമിച്ചാ പഠിച്ചത്. അപ്പൊ പിന്നെ കോളേജിലും അതന്നെ തുടർന്നു. അങ്ങനെ നമ്മള് എന്താ പറയണ്ടേ, രണ്ടാളും എല്ലാ തരത്തിലൊന്നും അറിയില്ലേ അനീഷേ. അതുപോലെ ഒന്നായി. എന്നിട്ടോ? എന്നിട്ട് ഇപ്പൊ അയാളെ കാണലൊന്നുമില്ല? അയാളെ ഇപ്പം വിളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പൊ അനുവിന് വീട്ടിലൊന്നും ആരും പറയാറില്ലേ? ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട്. എന്നിട്ട് അക്കൂട്ടൊന്നും വിളിക്കൊന്നുമില്ല? ഞാനാടന്ന് കൊറിയായി എന്ന് പറഞ്ഞില്ലേ ഇങ്ങ് വന്നിട്ട്. അതിനും ഒരു കഥയുണ്ട്. എല്ലാം കഥയാണോ? അതെ. അത് ഞാൻ കുറേശ്ശെയായിട്ട് അനീഷ് ഞാൻ പറഞ്ഞുതരാം. അനീഷ് ഇത്ര ചോദിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അയാളുമായിട്ട് കാണും? കോളേജല്ലേ, എല്ലാരും സ്നേഹിക്കുന്ന പോലെ ഞാനും സ്നേഹിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നാവും? നമ്മള് ഓരോ സ്ഥലത്ത് പോകും. പിന്നെ ഇത് അയാള് വിളിക്കുമ്പോ ഞാൻ എല്ലായിടത്തും പോകും. അങ്ങനെ എന്താ പറയണ്ടേ, കല്യാണം കഴിക്കൂന്നുള്ള ഘട്ടത്തിൽ വരെ എത്തി. അങ്ങനെ വിചാരിച്ചു ഞാനും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ധൈര്യക്കുറവൊന്നുമില്ലേ.
പിന്നെ എന്തിട്ടാ അന്വിങ് വരേണ്ടി വന്നേ? അതല്ലേ ഞാൻ പറഞ്ഞ കുറച്ച് പറയാനുണ്ട്. ഉം. അനീഷിന്റെ ഒറ്റയടിക്ക് കേൾക്കണമെന്നുണ്ടോ ഇത്? ഇല്ലല്ലോ, കൊറേ സാവധാനം. അങ്ങനെയൊന്നുമില്ല. എനിക്കിത് പറയുമ്പോ എനിക്ക് ഒരുമാതിരി എന്തെല്ലോ ഒരു എന്ന് പറയണ്ട അസ്വസ്ഥത. അതാ ഞാൻ ഇത് കൊറേശ്ശെ പറഞ്ഞു തരാന്ന് പറഞ്ഞെ. എന്നാ പിന്നെ കുറേശ്ശെ പറഞ്ഞ പിന്നെ പറഞ്ഞാൽ മതി. അല്ല, ആരോ വിളിക്കുന്നുണ്ട് അനീഷേ. ആര് ഫോണിലാ? അല്ല, പുറത്താരോ വന്നിട്ടുണ്ട് തോന്നുന്നു. ആരാ? അങ്ങനെ ആരെങ്കിലും വരുത്തുണ്ടോ? അല്ല, ഇപ്പം ഇതിന്റെ സമയല്ലേ, മറ്റേ ഇതല്ലേ. ബെല്ലടിച്ചതാ? ബെല്ലടിച്ചിട്ടുണ്ട്. ഇനി എന്നാ പയ്യെ വിളിക്കുവോ ഉറങ്ങാൻ നോക്കുമ്പോ അല്ലേ നാളെ? ഇനി അനീഷ് നാളെ വരൂലേ? അപ്പൊ കാണാം. എന്നാല് ഇനി